ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാൽ സാറിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ ആര് ചില പ്രവൃത്തികൾ ചെയ്തു, അതെന്തോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാൽ സാറിൻ്റെ മുന്നിൽ. കാരണം ഞാൻ പുലിയല്ല, വെറും എലി. ആ ഒരു ക്യാപ്പ് തലയിലിടുന്ന സമയത്ത്, കാരണം മൊത്തത്തിൽ അവൻ ആകെ അവൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു ആ സമയത്ത്. കാരണം എല്ലാവരും അവനെ ഒരു എലിയായിട്ടാണ് ആ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നതെന്നുള്ളത് അവന് മനസ്സിലായി. അതുമാത്രമല്ല, അതുകൂടാതെ അതുകൊണ്ടായിരിക്കും അവൻ ചോദിക്കുന്നത്, ഇത് ഞാൻ രാത്രി കിടക്കുമ്പോഴും ഇടണമെന്ന്. അതായത് ശരി, ഇത്രയും വലിയൊരു നടൻ്റെ മുന്നിൽ ഒന്ന് എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ഒരു ആര്യൻ പറഞ്ഞ ഒരു വ്യക്തി കാണിക്കേണ്ടതായിരുന്നു. കാരണം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു നടൻ പോട്ടെ, ഞാൻ ആലോചിക്കുന്നത് ഇത് ഹിന്ദി ബിഗ് ബോസ് ലെവലിതും ആയിരിക്കണം. സൽമാൻ ഖാൻ ശരിക്കും പണി കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലാലേട്ടൻ പാവം ഒന്നും പറഞ്ഞില്ല, എന്നാലും ചോദിച്ചു, എനിക്കിട്ട് വെച്ചതാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അതന്നെ വലിയ കാര്യം. ലാലേട്ടൻ അങ്ങനെയൊന്നും ചോദിക്കാത്ത ആളാണ്, അത്ര ദേഷ്യപ്പെടുന്ന ആളുമല്ല. എന്നിട്ട് നമുക്ക് നമുക്ക് തന്നെ അതൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. ഒട്ടും ഒരു കാര്യത്തിലും റെസ്പെക്റ്റ് ഇല്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, എന്നിട്ട് സോറി പറയുക. കാരണം ഒരു പക്വത ഇതുവരെ വരാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവൻ എന്തോ രൺബീർ കപൂറാണ്, എന്തോ ഹിന്ദിക്കാരനാണ് എന്നൊക്കെയാണ് അവൻ്റെ വിചാരം. അപ്പം ഞാനത് ആലോചിക്കണം, ഇവിടെ മലയാളികൾ വന്നിട്ട് ബിഗ് ബോസിൽ ഹീറോ ആയാൽ മതി, ഒരു ഹാഫ് മലയാളി വന്നിട്ട് ഹീറോ ആവണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പഞ്ചാബിയാണ്, പഞ്ചാബി ആയതുകൊണ്ട് മുടി മറ്റേ ഒരു ടാസ്കിൽ പറഞ്ഞല്ലോ, മുടി വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ നീ ഒരു കുറച്ച് കളിച്ചാൽ മതി ഇവിടെ. കാരണം കളിക്കാൻ ഇവിടെ മലയാളികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നീ ഹാഫ് മലയാളിയായിട്ട് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇതെന്താ ഹാഫ് മലയാളി ഫുൾ മലയാളി പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഭിപ്രായം തോന്നിയേക്കാം. പക്ഷേ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. ഇവൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം എനിക്ക് പറയേണ്ടി വന്നതാണ്. കാരണം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടനെ അപമാനിച്ച പോലെ തോന്നിയതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. കാരണം അവൻ വന്ന് അവൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനിയുടെ കൂടെ കഴിക്കാതിരിക്കുമ്പോൾ പറയണ്ട, അവൻ്റെ ഒരു മുട്ട ഇത് ഞാൻ എല്ലാവർക്കും ഇട്ട് അങ്ങോട്ട് കൊടുക്കും ഞാനെന്നൊക്കെ പറയണ്ട. അവൻ്റെ ഒരു മുട്ട എന്ന് ഉദ്ദേശിച്ചത് എന്താ? ലാൽ സാറിനെയാണോ അവൻ ഉദ്ദേശിച്ചത്, അതോ ബിഗ് ബോസിനെയാണോ? ആരെയായാലും അവൻ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യണില്ല. എന്തായാലും അവൻ എവിക്ഷനിൽ വന്നിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ മലയാളികൾ ലാലേട്ടൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തോളാം എന്തായാലും. അപ്പോൾ നീ എന്തായാലും പഞ്ചാബിയിൽ പോയി കുറച്ച് പകുതി പഞ്ചാബിയാണല്ലോ, അതുകൊണ്ട് നീ അത്രയ്ക്ക് മലയാളികളുടെ ആ ഒരു ഞങ്ങളുടെ എല്ലാം ചങ്ക് എന്ന് പറയില്ലേ, ആ ഒരു ലെവലിൽ കയറി നീ കളിക്കണ്ട. നീ ഇത്രയൊക്കെ കളിച്ചാൽ മതി, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് പറയണ കേട്ടാൽ തോന്നും, കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ ഇത്ര ലാലേട്ടനെ അങ്ങനെയൊന്നും റെസ്പെക്റ്റ് ചെയ്യാതെ എന്താ. അല്ല, അങ്ങനെ പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ, എന്നെ പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. പക്ഷേ എന്തോ എനിക്ക് ശരിക്കും ഫീലായി തോന്നി, ഇത് രാത്രി കിടക്കുമ്പോഴും ഇടണോ? എന്താ അവനെന്താ പൊട്ടനാണോ? രാത്രി കിടക്കുമ്പോൾ ഇതിട്ട് കിടക്കാൻ പറ്റുമോ? അതവനറിയാലോ. അത് വേണം വെച്ച് സാറിന് ചോദിച്ചാൽ. പക്ഷേ ലാൽ സാറിന് ഒരു മറുപടി കൊടുക്കായിരുന്നു, നീ മാത്രം രാത്രി കിടക്കുമ്പോൾ ഇടണം, ബാക്കിയുള്ളവരെല്ലാം ഊരി വെച്ചോട്ടെ എന്ന്. പാവൻ ലാൽ സാർ ആയതുകൊണ്ട് അതും പറഞ്ഞില്ല. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ സൽമാൻ ഖാനൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ, നീ കുളിക്കുമ്പോഴടക്കം ഊരി വെക്കരുത് പറയും. പക്ഷേ ലാൽ സാർ അതൊക്കെ വിട്ടുകൊടുത്തു. പോട്ടെ, ചെക്കനല്ലേ ഇവനൊക്കെ, അല്ലെങ്കിൽ ലാൽ സാറിൻ്റെ മുന്നിൽ ഇവനൊക്കെ ആരാണ്, അത്ര വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പോയി. പിന്നെന്താ പറയുക, അങ്ങനെ പല കാര്യത്തിലും എനിക്ക് ആര്യൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മലയാളികളായ നമ്മൾ ഇനി ലാലേട്ടൻ്റെ പവർ എന്താണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. എവിക്ഷനിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. ഒട്ടും മെച്യൂർഡ് അല്ലാതെയാണ് സംസാരിക്കുന്നത്. 5 വയസ്സായ ഞങ്ങളുടെ മക്കളടക്കം ഇതിനെക്കാട്ടും നല്ല മര്യാദയിൽ പെരുമാറുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.